ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ ബ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഓല ക്യാബ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഓല ക്യാബ്സ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നുള്ളത് ആണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഊബർ ക്യാബ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നുള്ള വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിന് സാമാന്യം നല്ല വ്യൂവർഷിപ്പ് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്റെ ഊബർ ക്യാബ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ പോയി കാണുക. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധിക സമയം കളയാതെ നമുക്ക് വീഡിയോ തുടങ്ങിക്കളയാം. അപ്പോൾ ഓല ക്യാബ് ബുക്ക് ചെയ്യാനായി ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയി ഓലയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായി പ്ലേ സ്റ്റോറിൽ പോയി ഓല ക്യാബ് എന്ന് സെർച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വരുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊരു 19 MB ഉള്ള ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അത് ഇൻസ്റ്റാൾ ആയ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് കാണാൻ കിട്ടുന്നത്. അതിന് ഈ ആപ്ലിക്കേഷനെ പറ്റിയുള്ള ബേസിക് ഇൻഫർമേഷൻ അവർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനായി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് അതിൽ OTP ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഓല ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സ്ക്രീനാണ് നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ മെനുവിലുള്ള ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. യുവർ റൈഡ്സ് എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ റൈഡ്സും ഇതിൽ കാണിക്കുന്നതാണ്. അതേപോലെ തന്നെ റേറ്റ് കാർഡ് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ സിറ്റികളെ ഓലയുടെ റേറ്റ് എത്രയാണെന്നുള്ളത് ഇതിൽ കാണിക്കുന്നതാണ്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ കിലോമീറ്ററിന് അവർ എത്രയാണ് ചാർജ് ചെയ്യുന്നുള്ളത് അറിയാൻ പറ്റുന്നതാണ്. ഇതിൽ രണ്ട് വിധേന നമുക്ക് പൈസ പേ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ക്യാഷ് വഴി അല്ലെങ്കിൽ ഓല മണി വഴി. അപ്പോൾ ഓല മണിയിൽ പൈസ ആഡ് ചെയ്യാൻ ഓല മണി എന്ന് ക്ലിക്ക് ചെയ്ത് അത് എത്ര രൂപയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നെറ്റ് ബാങ്ക് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ പൈസ ആഡ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായി ട്രിപ്പ് കഴിഞ്ഞാൽ ഓല മണിയിൽ നിന്ന് നമ്മുടെ ബാലൻസ് ഡിഡക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് റൈഡ് ബുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. റൈഡ് ബുക്ക് ചെയ്യാൻ നമ്മൾ ബുക്ക് യുവർ റൈഡിൽ എന്ന സ്ക്രീനിൽ പോയിട്ട് എവിടെ നിന്നാണോ നമുക്ക് ക്യാബ് പിടിക്കേണ്ടത് അവിടേക്ക് ഈ ഡ്രോപ്പ് ആൻഡ് പിൻ ബട്ടനെ സൂം ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിന് ഗൂഗിൾ മാപ്സിൻ്റെ ഇൻ്റർഫേസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാനിപ്പോൾ എവിടെ നിന്നാണ് ക്യാബ് പിടിക്കേണ്ടത് അവിടേക്ക് ഞാൻ ഈ മാപ്പ് സൂം ചെയ്ത് പിൻ ചെയ്യുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് താഴത്ത് ഇഷ്ടം പോലെ ഓപ്ഷൻ കിട്ടുന്നു. എന്ത് ടൈപ്പ് കാറാണ് വേണ്ടത്, മൈക്രോ ആണോ, ഷെയർ ആണോ, മിനി ആണോ, സെഡാൻ ആണോ, എന്താണ് വേണ്ടത് എന്നുള്ളത് ഓപ്ഷൻ നമുക്ക് താഴെ ചൂസ് ചെയ്യാം. ഇത് ഓരോ ക്യാബും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഫെയേഴ്സിൽ ഒരു ഐഡിയ കിട്ടി കാണും. ഇപ്പോൾ ഏറ്റവും റേറ്റ് കുറഞ്ഞ കാറാണ് മൈക്രോ. ഞാനത് ബുക്ക് ചെയ്യുകയാണ്. അപ്പോൾ മൈക്രോ എന്നുള്ളത് സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾക്ക് പോകേണ്ടത് ആ ലൊക്കേഷൻ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഞാനിതിൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള യാത്രയ്ക്ക് എത്ര ചാർജ് ആകുമെന്ന് ഞാൻ നമുക്ക് കാണിച്ചു തരാം. ഇൻ്റർനാഷണൽ എയർപോർട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് 20 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ എത്ര ചാർജ് ആകുമെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ചാർജ് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയം അനുസരിച്ചിരിക്കും. ഇപ്പോൾ രാവിലെ ഇങ്ങനെ ചാർജ് കുറവാണ്, അത് ഓഫീസ് ടൈം ആണെങ്കിൽ ചാർജ് കൂടും. അങ്ങനെ ഓരോന്നാണ്. ഇപ്പോഴാണ് ഓൾമോസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഒരു 4 മണി വരെയാണ്. അപ്പോൾ നമുക്ക് എത്രയാണ് ഇപ്പോൾ ചാർജ് കാണിക്കുന്നത് നോക്കാം. ഇത് കാണിക്കുന്നത് 386 രൂപ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ടാക്സി വേണമെങ്കിൽ, 309 രൂപ ഷെയർ ടാക്സി വേണമെങ്കിൽ എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ടാക്സി ബുക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ നമുക്ക് ക്യാബ് അലോട്ട് ചെയ്ത് തരുന്നതെന്ന്. കാണാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് 4 or 5 ക്യാബ്സ് ഉണ്ട്. അതിൽ ഈ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാബ് അലോട്ട് ചെയ്ത് എനിക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോഴത്തെ ബുക്കിംഗ് കൺഫേം ആയിരിക്കുകയാണ്. ഒരു നിസാൻ സണ്ണിയുടെ വണ്ടിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസും ഇപ്പോൾ വണ്ടി എവിടെയാണ് ഉള്ളതെന്നും ഒക്കെ ഇത് കാണിക്കുന്നതാണ്. ഇപ്പോൾ വണ്ടി ഓൾമോസ്റ്റ് 3 മിനിറ്റ് കൊണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തെത്തും എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ റൈഡ് ക്യാൻസൽ ചെയ്യുകയാണ്, കാരണം എനിക്കിപ്പോൾ പുറത്തു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ കണ്ടു എത്ര സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ക്യാബ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഈ ഫെസിലിറ്റി എല്ലാവരും ഉപയോഗിക്കുക. ഓലയോ ഊബറോ ബുക്ക് ചെയ്യുമ്പോൾ രണ്ടിലും നോക്കിയിട്ട് ഏതാണ് റേറ്റ് കുറവെന്നുള്ളത് നോക്കി നിങ്ങൾക്കത് ബുക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ ലാഭിക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സുപരിചിതമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള മറ്റു വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇതുവരെയുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ പോയി സപ്പോർട്ട് ചെയ്ത് ബാക്കി പഴയ വീഡിയോസും കാണുക.
മറ്റൊരു വീഡിയോ ആയി ഇനി വരുന്നത് വരെ നന്ദി, നമസ്കാരം.